നല്ല നിലാവുള്ള രാത്രി എന്നൊക്കെ പറഞ്ഞതുപോലെ അടിപൊളി മഞ്ഞുള്ള പകലാണ് കേട്ടോ ഇത്. അപ്പോൾ തണുത്ത് വിറച്ചിട്ടാണ് കേട്ടോ വണ്ടിയിൽ പോകുന്നത്. ഇതുപോലെ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഈ വണ്ടിയിൽ പോകുന്നത് ഭയങ്കര ഒരു തണുപ്പും കാര്യങ്ങളും ഒക്കെയാണല്ലേ. അപ്പോൾ മഞ്ഞത്ത് തണുത്ത് വിറച്ച് വരികയായിരുന്നേ. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് നേരെ വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സാരി ഫേസ് ഇറക്കിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ ചവിട്ടിയെന്ന് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. തിരിച്ച് വണ്ടി എടുക്കാൻ നിൽക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ തള്ളിക്കൊണ്ട് പോകുന്ന നേരത്താണ് നമ്മൾ ഈ കാഴ്ച കണ്ടത് കേട്ടോ. അപ്പോൾ കണ്ണിമാങ്ങയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടി ചെറുതിലേ നമുക്ക് സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്തൊരു കാഴ്ചയുണ്ടല്ലോ, ഇതുപോലെ മാങ്ങ കഴിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ നെല്ലിക്ക, അത് ആ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതുപോലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ മാങ്ങ പറിക്കാൻ അപ്പം അനിയൻ പറഞ്ഞു നമുക്ക് 2-3 കൂടെ പറിച്ചിട്ട് പോവാം, നമുക്ക് മുമ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ തല്ലി കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ സിഗ്നൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിഗ്നലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ചുമ്മാ ഞാൻ തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിനി കൊണ്ടുപോയിട്ട് നല്ല ഉപ്പും മുളക് പൊടിയും ഇവിടെ ഇട്ട് ഒരു കവറിനകത്താക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തല്ലി എടുത്തിട്ട് പച്ച എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു വെക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ കുട്ടിക്കാലമൊക്കെ എന്താ അല്ലേ അതൊക്കെ ഓർമ്മ. അപ്പോൾ രാവിലത്തെ പണി നല്ലതുപോലെ ഏറ്റിട്ടുണ്ടായിരുന്നു 2 പേർക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.